കലാശക്കൊട്ടിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആലത്തൂരിലെ വിശേഷങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ആലത്തൂരിൽ എങ്ങനെയാണ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുന്നേറുന്നത്? ആലത്തൂരിൽ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. ആദ്യഘട്ടം മുതലുള്ള പ്രചാരണത്തിന്റെ ആവേശം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ആലത്തൂരിൽ മൂന്ന് മുന്നണികളും പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. LDF ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ ആലത്തൂരിൽ സാധിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ആ മേൽക്കൈ നിലനിർത്തിക്കൊണ്ടാണ് പരസ്യ പ്രചാരണത്തിന്റെ അവസാനവും കൊട്ടിക്കലാശവും എല്ലാം തന്നെ പ്രചാരണം LDF ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് PK ബിജുവിന്റെ റോഡ് ഷോയിലാണ്. ഇന്ന് രാവിലെ ചിറ്റൂരിൽ നിന്നാണ് PK ബിജുവിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. മണ്ഡലത്തെ ആകെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ്. നൂറുകണക്കിന് LDF പ്രവർത്തകർ ബൈക്കിൽ ഈ PK ബിജുവിനെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലുടനീളം ആദ്യഘട്ടം മുതൽ തന്നെ പ്രചാരണവുമായി വോട്ടർമാരെ നേരിട്ടെത്തി കണ്ടിരുന്നു. അതിന് പിന്നാലെ ബൂത്ത് തല പര്യടനം നടത്തി വലിയ രീതിയിൽ മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും പ്രചാരണവുമായി എത്താൻ സാധിച്ചിരുന്നു. അവസാനഘട്ട കൊട്ടിക്കലാശവും അതേ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തി അറ്റമായ ചിറ്റൂരിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് LDFന്റെ പ്രചാരണം ഇന്ന് അവസാനിക്കുന്നത്. ഏതായാലും ഈ പ്രചാരണത്തിലും വലിയ രീതിയിലുള്ള മേൽക്കൈ നേടുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയാണ് ആലത്തൂർ. കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തോളം ഇടതുപക്ഷത്തിന് വലിയ വിജയം, തുടർച്ചയായ വിജയം സമ്മാനിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇടതുമുന്നണി നിലവിൽ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം തന്നെ NDAയും UDFും മണ്ഡലത്തിൽ ഇന്ന് ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വടക്കാഞ്ചേരിയിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത്. NDA സ്ഥാനാർത്ഥി TV ബാബു കൊടുവായിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത്. ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ട അതേ ആവേശം നിലനിർത്തിക്കൊണ്ടാണ് ഈ കൊട്ടിക്കലാശത്തിലും മൂന്ന് മുന്നണികളും ആലത്തൂരിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. ആലത്തൂരിൽ നിന്നുമാണ് സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. അതിലേക്ക് കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ വലിയ ഒരു വമ്പിച്ച, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൽ നിന്നാരംഭിച്ച ഈ ഒരു LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ റോഡ് ഷോ അനന്തപുരി ആകെ ചെങ്കടലാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ റോഡ് ഷോയ്ക്ക് ശേഷം നമ്മോടൊപ്പം ചേരുകയാണ്. അനന്തപുരി ആകെ ഒരു ചെങ്കടലായിട്ടുള്ളൊരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ച ഈ ഒരു റോഡ് ഷോയിൽ കാണാൻ സാധിച്ചത്. അത് തന്നെ അങ്ങയുടെ പ്രതീക്ഷ എത്രത്തോളം ഉയർത്തുന്നതാണ്? ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത് ന്യൂ ജനറേഷനാണ്. അവരുടെ ആവേശം ആണ് എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. അല്ലാതെ പരമ്പരാഗതമായ ഇലക്ഷൻ വർക്കല്ല. അവർ വളരെ ആത്മാർത്ഥത ഉള്ളിൽ തട്ടി അവരെല്ലാം സ്വന്തമായിട്ട് പെട്രോൾ അടിച്ച് അവരുടെ വാഹനങ്ങളിൽ അവർ തന്നെ വന്ന് ഈ അത്ഭുതകരമായ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ റോഡ് ഷോ കണ്ടിട്ടില്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. അത് വിജയം ഉറപ്പാണ്. വിജയത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ കൊട്ടിക്കലാശം, ഇതെൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇനി ഒരെണ്ണം ഉണ്ടെന്ന് പറയുന്നതായിരിക്കും. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു 10 വർഷം അത് തിരുവനന്തപുരം നഗരത്തിൽ എത്രത്തോളം ഒരു വികസന മുരടിപ്പിലേക്ക് നയിച്ച ഒരു 10 വർഷമാണ്. അപ്പോൾ എന്താണ് അങ്ങ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ? പ്രധാനമായും ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പലയിടത്തും പറഞ്ഞാണ്. എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ ഞാൻ ബെഡായി ഒന്നും പറയാൻ തയ്യാറല്ല. ഹൈക്കോടതിയുടെ ബെഞ്ച് കൊണ്ടുവരും, IIT കൊണ്ടുവരും, റെയിൽവേയുടെ സോണൽ ഓഫീസ് കൊണ്ടുവരും, എയിംസ് ഞാൻ കൊണ്ടുവരും. അങ്ങനെ അതൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതിനൊക്കെ ശ്രമിക്കും ഞാൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ വളരെ ജനുവിനാണ് എന്തുകൊണ്ട് കേരളത്തിൽ നിഷേധിച്ചെന്നുള്ളത് ഇനി വരുന്ന പ്രൈം മിനിസ്റ്റർ ആരായാലും ശരി അവരോട് ഞാൻ ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ കേരളത്തിൽ? മറ്റൊന്ന്, എനിക്ക് തൊഴിലവസരം ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഈ ടൈറ്റാനിയം പ്രോഡക്ട്സിൻ്റെ അവിടെ ഒരു 1000 കോടി രൂപയുടെ ഗൺ മെറ്റൽ പ്രൊഡക്ഷൻ സെൻ്റർ ആക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. രണ്ടാമത്തേത്, പൂവാർ ബീച്ച് മുതൽ വേളി വരെയുള്ള നമ്മുടെ തീരം, അത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയാണ്, ഇപ്പോൾ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ലോകത്തെ ഏറ്റവും വലിയ ബീച്ച്, മനോഹരമായ ബീച്ചാക്കി മാറ്റും. അതിനൊരു വലിയ സ്കീം എനിക്കുണ്ട്. അതോടൊപ്പം
തന്നെ നമ്മൾ പ്രധാനമായും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ UDF ആകട്ടെ BJP ആകട്ടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനകീയ വിഷയങ്ങൾ അങ്ങനെയൊന്നും അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. പകരം ഒരു വർഗീയ കാർഡ് ഇറക്കിയാണ് അവർ ഈ പ്രചാരണത്തിൽ ഉടനീളം കളിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരെ ശബ്ദിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടില്ല, നരേന്ദ്രമോദിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളവരെങ്ങനെ പറയും? അത് പിന്നെ അവർ ജനകീയ പ്രശ്നങ്ങളിലൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല, അവരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് വിഷയദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ശാന്തമായി ഒഴുകുന്ന പമ്പ നദിയും ശാന്തമായി നിൽക്കുന്ന സന്നിധാനത്തെക്കുറിച്ച് വീണ്ടും അവർ രാഷ്ട്രീയമായി മുതലെടുപ്പാണ്. 4 വോട്ടിന് വേണ്ടി പറയണം. അതെല്ലാം ആളിൽ മറന്നാണ്. അതൊരു ഇഷ്യൂ അല്ല, നോൺ ഇഷ്യൂ. ഏതായാലും 10 വർഷത്തിനൊപ്പം അപ്പുറത്ത് ഈ മണ്ഡലത്തിലേക്ക് LDF തിരിച്ചു വരും. ഉറപ്പായിട്ട് തിരിച്ചു ആളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹമല്ല, ആളുടെ ആഗ്രഹം. ശരി, ഇത് തന്നെയാണ് LDF ഈ കഴിഞ്ഞ 10 വർഷത്തിനപ്പുറം ഈ LDF ഈ മണ്ഡലത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള C ദിവാകരൻ ഉള്ളത്. ക്യാമറമാൻ RK കുമാറിനൊപ്പം S ഷീജ, കൈരളി ന്യൂസ്. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, കൊല്ലത്തെ പ്രചാരണ വിശേഷങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ 40 ദിവസത്തിലധികം നടന്ന ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും അതുപോലെ BJP സ്ഥാനാർത്ഥി സാബു ഉൾപ്പെടെയുള്ള 3 സ്ഥാനാർത്ഥികളും വലിയ പോരാട്ടമാണ് ജില്ലയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞതായിരുന്നു തെരഞ്ഞെടുപ്പ് പോരാട്ട ദിനങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണ് ഈ തുടക്കത്തിൽ നിന്ന് ഇപ്പോഴെത്തുമ്പോൾ ഒരു ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 40 ദിവസത്തിലധികമായ പ്രചരണം നടന്നു കഴിയുമ്പോഴേക്കും വളരെ അനുകൂലമായ, കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ്. നേരത്തെ തന്നെ കൊല്ലം ഇടതുപക്ഷത്തിന് അനുകൂലമായ മണ്ഡലമാണ്. പൊതുവിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്രയും ദിവസം കൂടി കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നമുക്ക് എതിരായി UDF വലിയ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അവരുടെയും അതുപോലെ തന്നെ BJPയുടെയും രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റി. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായ ഞാനും ഞങ്ങളെല്ലാം പരമാവധി ആളുകളുടെ അടുത്തേക്ക് എത്തി എല്ലാവരെയും കാണാനും നേരിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഈ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വന്ന് പെട്ടത് UDFൻ്റെ പ്രവർത്തനത്തിൻ്റെ പല കാര്യങ്ങളും, വസ്തുതകൾ, അവരുടെ തെറ്റായ അവകാശവാദങ്ങൾ പലതും പുറത്തേക്ക് വന്നു. BJPയും BJPയുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പുറത്തു വന്നു. ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു BJP അധികാരത്തിൽ നിന്ന് പോയി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണം എന്നുള്ള മുദ്രാവാക്യം, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷമാണെന്നുള്ള ആശയം, ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത, ഇതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന് ഗുണകരമായ കാര്യങ്ങൾ. അത് കൂടുതൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷാഡോ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി എന്ന് പ്രേമചന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ എത്രമാത്രമാണ് UDFയിൽ ഒരു അങ്കലാപ്പുണ്ടാക്കുന്നത്? അത് UDFകാരോട് ചോദിച്ചാലേ അവരുടെ അങ്കലാപ്പിനെ പറ്റി അറിയാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വേണ്ടത്ര ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തങ്ങളെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന നിലയിൽ ഒരു സംശയം RSPയുടെ വലതുപക്ഷ RSPയുടെ നേതൃത്വത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു പ്രത്യേക ഷാഡോ കമ്മിറ്റിയെ, അവർക്കൊരു ഷാഡോ കമ്മിറ്റി ഉണ്ടെന്നും അവരെല്ലാം പരിശോധിക്കുന്നെന്നും UDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു വിശ്വാസമില്ലായ്മ, പരസ്പരമുള്ള ധാരണയുടെയൊക്കെ പ്രശ്നമാണ്. കോൺഗ്രസ് നേതാക്കന്മാരാണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. ഒരു ഷാഡോ കമ്മിറ്റി ഇട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കുക. ഷാഡോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പച്ച മലയാളത്തിൽ നിഴലെന്നാണല്ലോ. ഒരു ഔദ്യോഗിക കമ്മിറ്റിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയൊന്നും അല്ല, ഔദ്യോഗികമായ ഒരു കമ്മിറ്റിയല്ല. ഇതൊക്കെ അറിയാതെ ഒരു രഹസ്യ കമ്മിറ്റി എന്നാണ്. നിഴൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യ കമ്മിറ്റി പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ തോന്നുന്നത് അങ്ങനെയാണ്. ഇവർ തമ്മിലുള്ളൊരു വിശ്വാസമില്ലായ്മയുടെ പ്രശ്നം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. UDFിലെയോ BJPയിലെയോ അനൈക്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇവിടെ ആശങ്കയുമില്ല, അല്ലെങ്കിൽ അതൊരു പ്രതീക്ഷയുമില്ല. ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ആശയങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നൽകിയ പ്രതീക്ഷയും വിശ്വാസവും, അതാണ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിലയിരുത്തൽ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസിന്റെ
റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വീണ ജോർജിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം വിജയകരമായി പൂർത്തിയായി. ഇപ്പോൾ കൊട്ടിക്കലാശവും ഭംഗിയായി പര്യവസാനിക്കുന്നു. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വീണ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലേത്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷകൾ? ആദ്യഘട്ടത്തിൽ പോലെ തന്നെ മികച്ച സ്വീകാര്യതയാണ് മൂന്നാം ഘട്ടത്തിലും ലഭിച്ചത്. എന്തു പറയുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അതിഗംഭീര ഭൂരിപക്ഷത്തോടെ ചരിത്ര വിജയം നേടും. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. ഇടതുപക്ഷം ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ ചില വ്യാജ സർവേകൾ അത് ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല ഒരു പ്രചരണ വിഷയമാക്കി തന്നെയാണ് BJP നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നോ വോട്ടിങ്ങിനെ ബാധിക്കുമോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ ജനം തള്ളിക്കളയും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിലും ഇതേ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചതാണ്. അന്ന് ആറന്മുളയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇവിടെ നാം കാണേണ്ടത് കോൺഗ്രസിന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും ആളില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടിയ ഒരു പിടിവള്ളി പോലെയാണ് ഈ വ്യാജ പ്രചരണങ്ങൾ. പക്ഷേ അത് ജനങ്ങൾ തള്ളിക്കളയും. ഇവിടെ BJPയുടെ ഒരു കുതന്ത്രമാണത്. ഉത്തർപ്രദേശിൽ 2017 ഒരു ചാനലുമായി ചേർന്നവർ പരീക്ഷിച്ച ഒരു തന്ത്രമുണ്ട്. അത് വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് വോട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. അതിവിടെ വിലപ്പോവില്ല. BJPയുടെ RSSന്റെ വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നത് ഇവിടെ ഇടതുപക്ഷം മാത്രമാണ്. ഇവിടെ ഈ പറയുന്ന നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ഈ നേതാക്കളൊക്കെ ഇവിടെ RSSന്റെ ഒരു ആക്രമണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വരാറില്ല. അവിടെ ഇടതുപക്ഷം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ RSSന്റെയും BJPയുടെയും വർഗീയതയ്ക്കെതിരെയും ഒപ്പം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും രാജ്യത്തൊരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലെത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അപ്പോൾ അതിനൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ പത്തനംതിട്ടയ്ക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ വികസനങ്ങൾ ഒരുപാട് വേണ്ട ഒരു മണ്ഡലം അല്ലെങ്കിൽ ജില്ലയാണ് പത്തനംതിട്ട. MPA കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. 2 കാര്യങ്ങളാണ്. ഒന്ന് റബ്ബറിൻ്റെ വിലയിടിവ്, 2 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മടങ്ങി വരവും അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ജോലി സ്ഥിരതയില്ലാതെ ആളുകൾ തിരിച്ചു വരുന്നത്. ഇത് രണ്ടും പത്തനംതിട്ടയുടെ എക്കണോമിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ഇപ്പം കാഞ്ഞിരപ്പള്ളി മേഖലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടോട്ടലി നമുക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ റബ്ബറിനെ വിലത്തകർച്ച ചെയ്ത് അത് UPA സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളിലൂടെ ASEAN കരാറിൽ ഒപ്പിട്ടത് വഴി നമ്മുടെ റബ്ബറിനുണ്ടായ വിലത്തകർച്ച അതിനെ അതിജീവിക്കാനുള്ള നടപടികളാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. അതിന് റബ്ബറിനെ കാർഷികവിളയാക്കുന്നത് ഉൾപ്പെടെ അതുപോലെ സിയാൽ മോഡലിൽ ഒരു റബ്ബർ അധിഷ്ഠിത ഫാക്ടറി നിർമ്മിക്കുന്നതിന് ഒരു വ്യവസായം തുടങ്ങുന്നത് സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ റബ്ബർ മേഖലയെ പുനരുദ്ധരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കുന്നത്. അത് സാധ്യമാക്കുന്നുള്ളൊരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട്. കാരണം വാക്ക് മാത്രമല്ല പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തുന്നവർക്ക് ജോലി സാധ്യതകൾ, തൊഴിൽ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വെല്ലുവിളികളും നേരിട്ട ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ഫണ്ടുകൾ കണ്ടെത്തി ഇവിടെ വികസനം സാധ്യമാക്കുക എന്നുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യം ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ്. 100% വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം അത് പൂർത്തിയാക്കും. വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ. തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തിലാണ് വീണ ജോർജ് ഇപ്പോൾ. എന്ത് തന്നെയാലും ഒരു അട്ടിമറി വിജയം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ചന്ദ്രനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി വീണ ജോർജിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഗീവർഗീസ് ആണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടത്. ആലത്തൂരിൽ നിന്നും സിജു ചേരുകയാണ്. സിജു, ആലത്തൂരിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ.
ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണം അവസാനിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിനുള്ളത്. മണ്ഡലത്തിൽ ആദ്യഘട്ടം മുതലുള്ള മേൽക്കൈ നിലനിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചാരണവുമായി ആലത്തൂരിൽ മുന്നോട്ട് പോകുന്നത്. ഈ അവസാന കൊട്ടിക്കലാശത്തിനും വലിയ ആവേശത്തോടു കൂടി അവസാനിപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഇപ്പോൾ PK ബിജുവിന്റെ റോഡ് ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തെ മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ്. ചിറ്റൂരിൽ നിന്ന് ആരംഭിച്ച് കുന്നംകുളത്താണ് റോഡ് ഷോ സമാപിക്കാൻ പോകുന്നത്. വലിയ ആവേശമാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും റോഡ് ഷോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ബിജു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു ആവേശമാണല്ലോ ഈ റോഡ് ഷോയിൽ ഉടനീളം കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആവേശപൂർവ്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം കേരളത്തിൽ 3 വർഷ ഭരണ നേട്ടങ്ങളും 10 വർഷത്തെ പാർലമെന്റ് മെമ്പറുടെ പ്രവർത്തനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായയുമാണ്. ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറായിട്ടുള്ളത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതാണ് ഈ പ്രചരണത്തിന്റെ പ്രത്യേകത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന മണ്ഡലമായി ആലത്തൂർ മാറാൻ പോവുകയാണ്. ഈ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ ചർച്ചയും അതോടൊപ്പം തന്നെ വികസനവും എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിരുന്നല്ലോ. LDF മുന്നോട്ട് വെച്ച ചർച്ചകളെല്ലാം തന്നെ ജനങ്ങൾ കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും UDF ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാനാണ് പരമാവധി പരിശ്രമിച്ചത്. കാരണം UDFന്റെ ദേശീയാടിസ്ഥാനത്തിലുള്ള മതനിരപേക്ഷ നിലപാട് വെള്ളം ചേർത്തതാണ്. അത് കേരളത്തെ പോലുള്ള പ്രബുദ്ധമായ വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ അത് കോൺഗ്രസിനെതിരായി വലിയ ജനവികാരം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ചില വൈകാരിക പ്രശ്നങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ അവർ ശ്രമം നടത്തിയത്. എന്നാൽ ഇടതുപക്ഷം UDFനോട് രാഷ്ട്രീയം പറയാനുള്ള ചർച്ച ഈ മണ്ഡലത്തിലുടനീളം നടത്തിയതിന്റെ ഭാഗമായി ജനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്. കൃഷിക്കാരുടെ പ്രതിസന്ധിയാണ്, മതന്യൂനപക്ഷങ്ങളുടെ പ്രതിസന്ധിയാണ്, ദളിതരുടെ പ്രതിസന്ധിയാണ്. ഇതെല്ലാം രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഊന്നിയുള്ള പ്രചരണമാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾ ഒഴുകിയെത്തിയത്. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് കഴിഞ്ഞ 1.5 മാസത്തോളം ആലത്തൂരിന്റെ വിവിധ മേഖലകളിൽ ലഭിക്കുന്നത്. വലിയ രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആലത്തൂരിലെ ജനം ഇടതുപക്ഷത്തിനൊപ്പമാണ് 2 തവണയും നിലയുറപ്പിച്ചത്. ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വിജയം ഇവിടെ ഉറപ്പിച്ചത്. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റമുണ്ടാവില്ല. മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ വിജയം ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാവും. മണ്ഡലത്തിലുടനീളം വലിയ രീതിയിൽ ആവേശമുയർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ റോഡ് ഷോ ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയാണ്. വികസനവും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി ആലത്തൂരിൽ നിന്ന് ആലത്തൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ PK ബിജു ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ചാലക്കുടിയിൽ നിന്നും ഉമേഷ് ചേരുന്നു. ഉമേഷിന്റെ റിപ്പോർട്ടിലേക്ക്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത എന്നുള്ളത് കേന്ദ്രീകരിച്ച ഒരു കൊട്ടിക്കലാശം ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2014 അങ്കമാലി നഗരത്തിലായിരുന്നു എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും കൊട്ടിക്കലാശം ഉണ്ടായത് അങ്കമാലിയിലായിരുന്നു. എന്നാൽ ഇത്തവണ അത് വേണ്ട എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. കാരണം ഈസ്റ്ററും മറ്റും പ്രമാണിച്ച് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശം ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഓരോ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തും. എന്നാൽ അതേസമയം തന്നെ ചാലക്കുടി നഗരത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് ഇന്ന് കൊട്ടിക്കലാശത്തിനായി എത്തുക. ചാലക്കുടി മണ്ഡലത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ അദ്ദേഹം എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചാലക്കുടി നഗരത്തിലാണ് ഉള്ളത്. ഇവിടെയാണ് അല്പസമയത്തിനകം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായി എത്തുക. അദ്ദേഹം വൈകിട്ട് 6 മണി വരെ തന്നെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ UDFന്റെയും കൊട്ടിക്കലാശം ഇവിടെ നടക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും 3 മണിയോടെ ചാലക്കുടിയിൽ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹവും 6 മണി വരെ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാകും, കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ഇന്ന്
മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അവസാനിക്കുന്നത് ആലുവയിലാണ്. അതുകൊണ്ട് തന്നെ ആലുവയിൽ 6 മണിയോടെ അദ്ദേഹവും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആവേശകരമായ ഒരു കൊട്ടിക്കലാശമായിരിക്കും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്കാണെങ്കിലും രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കോഴിക്കോട് നിന്നും ജോഷിലേക്ക് പോകുന്നു. ജോഷില, എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു? എങ്ങനെയാണ് അവിടുത്തെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ? പ്രിയ, തീർച്ചയായും കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. 3 മുന്നണികളും ഏറെ സജീവമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇനി അവസാന നിമിഷത്തിലേക്ക് നീങ്ങുകയാണ്. പാളയത്താണ് LDFന്റെയും UDFന്റെയും കൊട്ടിക്കലാശം നടക്കുക. പാളയത്താണ്. പാളയം ജംഗ്ഷനിൽ വെച്ചാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്ക് ശേഷം ആയിരിക്കും കൊട്ടിക്കലാശം ആരംഭിക്കുക എന്നുള്ളത് മുന്നണികളെല്ലാം തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ച് NDA അത്ര കൃത്യമായ ഒരു പ്രചാരണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് കാരപ്പറമ്പ് മുതൽ അത്തോളി പഞ്ചായത്തിലാണ് പ്രധാനമായും റോഡ് ഷോ ആരംഭിച്ചത്. അത്തോളി പഞ്ചായത്തിൽ റോഡ് ഷോ ആരംഭിക്കുമ്പോൾ തന്നെ അത് പിന്നീട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഫറോക്ക് വഴി ഏകദേശം 3 മണിയോടുകൂടി 3:15 പാളയത്ത് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറും ഇന്ന് കാരപ്പറമ്പിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളും ബേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഫറൂഖ് ബേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ റോഡ് ഷോ ഇന്ന് നടക്കുകയുണ്ടായി. പ്രവർത്തകരെല്ലാം തന്നെ, അണികളെല്ലാം തന്നെ ഏറ്റവും ആവേശകരമായ, അതിന്റെ ആവേശം ഉച്ചസ്ഥായിലെത്തുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ഏകദേശം 3:30-4 മണിയോടുകൂടി പാളയത്ത് കൊട്ടിക്കലാശം ആരംഭിക്കും. അത് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്, എത്രയും ജനശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാക്കി മാറ്റാനുള്ള, കൊട്ടിക്കലാശം ഏറ്റവും നല്ല ഉദാഹരണമാക്കി മാറ്റാനുള്ള ഒരു ആവേശത്തിലാണ് അണികളും പ്രവർത്തകരും. ഇന്ന് മണ്ഡലത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ റോഡ് ഷോയും കൊട്ടിക്കലാശവും നേതാവിനൊപ്പം അല്ലാതെ തന്നെ അണികൾ പ്രത്യേകം രീതിയിൽ നടത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കോഴിക്കോട് മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ, കോഴിക്കോട് മണ്ഡലത്തിലെ വിവരങ്ങളാണ് ജോഷില നൽകിയത്. ഇനി കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ഏത് രീതിയിലാണ് കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ? കൊട്ടിക്കലാശം എവിടെയൊക്കെയാണ് 3 മുന്നണികളുടെയും നടക്കുന്നത്? വിശദാംശങ്ങൾ. ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഏതായാലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ അടുക്കും ചിട്ടയോടും കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ മുന്നണി പ്രവർത്തകർക്കുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ സെന്റ് മൈക്കിൾസ് സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ വെച്ച് അല്പസമയത്തിനകം തന്നെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പ്രചരണം, കൊട്ടിക്കലാശത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രകടനം ഇവിടെ നിന്ന് ആരംഭിക്കും. കണ്ണൂർ നഗരത്തിലെ ഈ കേന്ദ്രത്തിലേക്ക് CPIM അതോടൊപ്പം തന്നെ LDF പ്രവർത്തകർ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും, മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം. അതിന്റെ ഒരു ആവേശം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആ ഒരു ആവേശം നമുക്ക് തീർച്ചയായും ദൃശ്യമാണ്. ഏതായാലും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ LDFന്റെയും UDFന്റെയും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയുടെയും കൊട്ടിക്കലാശമുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 3 സ്ഥലങ്ങൾ ആയി ഈ 3 മുന്നണികൾക്കും അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു ആവേശത്തിലേക്ക് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം, വലിയ ഒരു ആവേശത്തിലേക്ക് തന്നെയാണ് അതിന്റെ കൊട്ടിക്കലാശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വാഹനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിലെല്ലാം തന്നെയും പ്രവർത്തകർ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും നഗരത്തെ, കണ്ണൂർ നഗരത്തെ, അതോടൊപ്പം നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു റാലി കണ്ണൂർ നഗരത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശ്രീമതി ടീച്ചറെ ആനയിച്ചുകൊണ്ടുള്ള ഒരു റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ കണ്ണൂർ നഗരത്തിലെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ശരി, കണ്ണൂരിൽ നിന്നാണ് സന്തോഷ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സമീർ ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. സമീർ, കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ ഇടുക്കിയിൽ എത്രത്തോളം ആയി കഴിഞ്ഞിരിക്കുന്നു? വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇടുക്കിയിലും നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി. അതിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 2 ഇടങ്ങളിലായിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമായും കൊട്ടിക്കലാശം നടക്കുന്നത്. ഇടുക്കിയിലെ ഇടത് സ്ഥാനത്തെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കട്ടപ്പന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടിക്കലാശം. ഒപ്പം തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയും BDJസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥിയും ഇന്ന് ലോ റേഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ കൊട്ടിക്കലാശം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇടുക്കിയിലെങ്ങും നടന്നിരുന്നത്. നമുക്കറിയാം, 1.5 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഗംഭീരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും 50 കിലോമീറ്റർ റോഡ് ഷോ ആണ് ഇന്ന് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഈ പ്രചാരണത്തിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് എത്തിച്ചേരുന്നത്. ഇന്ന് വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ റോഡ് ഷോ നടന്നു വരികയാണ്. അല്പസമയത്തിനകം തന്നെ കട്ടപ്പന നഗരത്തിലേക്ക് അത് എത്തിച്ചേരും. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന നഗരത്തിലാണ്. ഈ ഭാഗത്തായിരിക്കും വലിയ രീതിയിലുള്ള ഇരുചക്ര വാഹനങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള വാഹനങ്ങളുടെയൊക്കെ തന്നെ അകമ്പടിയോടും വാദ്യമേളങ്ങളോടും കൂടിയുള്ള ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇതേസമയം തന്നെ ലോ റേഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് UDFിൻ്റെയും അതോടൊപ്പം തന്നെ NDAയുടെയും പ്രചാരണ പ്രവർത്തനങ്ങളും സമാപിക്കും. 1.5 മാസത്തോളം നിന്നിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികളായിരുന്നു ഇടുക്കിയിലെങ്ങും നടന്നിരുന്നത്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് അത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും 4 വട്ടം അദ്ദേഹത്തിന് എത്തുവാനും അതിൻ്റെ ഓരോ മുക്കിലും എത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള മണ്ഡലം തിരിച്ചുകൊണ്ട് മണ്ഡലത്തിലെ ഓരോ സെക്രട്ടറിമാരെയും അതോടൊപ്പം തന്നെ അതിന് താഴെയുള്ള ഓരോ ഘടകങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് ഓരോ ഇടങ്ങളിലും നിശ്ചിത സമയത്തിനകം തന്നെ പരമാവധി വോട്ടർമാരെ കാണുക, അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായിട്ടുള്ള ബാറ്ററി ടോർച്ച് അത് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു നടന്നു വന്നിരുന്നത്. അതാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഈ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഇടതുപക്ഷത്തിനെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി എത്തിയിട്ടുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കെതിരെയും UDFിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കലിനെതിരെ വ്യാജ പോസ്റ്റർ എടുക്കുകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പരാതി നൽകി ഒടുവിൽ 2 കോൺഗ്രസ് പ്രവർത്തകരെയാണ് അറസ്റ്റിലായത്. അതിൽ തന്നെ ഒരെണ്ണം ഒരു വ്യക്തി എന്നുള്ളത് UDFിൻ്റെ ഇടുക്കിയിൽ നിന്നുള്ള മുൻ MP കൂടിയായിട്ടുള്ള PT തോമസ് MLAയുടെ ബന്ധു കൂടിയാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ UDFും അതോടൊപ്പം കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഉൾപ്പെടെ ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥിക്കും ഇടുക്കിയിലെ ഇടത് പ്രവർത്തകർക്കുമെതിരെ കുപ്രചാരണങ്ങൾ നടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വികസനം ആണ് ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രധാനമായിട്ടുള്ള വോട്ട് ചോദിക്കുന്ന പ്രധാനമായും അദ്ദേഹത്തിന്റെ ആയുധം. ഈ ഒരു വികസന തുടർച്ചയ്ക്കാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കി ഇന്നോളം കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നടത്തിയിട്ടുള്ളത്. 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിന്റെ ജനോപകരമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ചും പ്രളയത്തിൽ തകർന്ന ഇടുക്കി പാക്കേജ് 5000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നു. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, MP-യുടെയും അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിന്റെയും ഇടപെടലുകൾ അത് വലിയ രീതിയിലുള്ള വോട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിനെ കുപ്രചരണങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിലെങ്ങുമുള്ളത്. വികസനം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ MP-യുടെ പ്രവർത്തനങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിമർശനങ്ങളൊന്നും വോട്ടാകില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ UDF നടത്തുന്നത് MP-ക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കുപ്രചരണങ്ങളാണ്, വ്യാജ പ്രചരണങ്ങളാണ്. അതിന് നവമാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനെതിരെ ഇടതുപക്ഷം കേസ് നൽകുകയും അതോടൊപ്പം തന്നെ ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ 1.5 മാസത്തോളം നീണ്ടുനിന്ന വിപുലമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു മണ്ഡലത്തിലെങ്ങും ഉണ്ടായിരുന്നത്. അത് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ഇവിടെയാണ് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കൊട്ടിക്കലാശം. ഇതേസമയം തന്നെ ലോ റേഞ്ചിൽ തൊടുപുഴയിൽ UDFിന്റെയും അതോടൊപ്പം തന്നെ NDAയുടെയും സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശവും നടക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത്. സമീറാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിൽ നിന്നുമാണ് സമീർ വിവരങ്ങൾ നൽകിയത്. LDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം കട്ടപ്പനയിലാണ് നടക്കുക.
സമീർ, സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണം, ആവേശത്തോടെ അണികളും മുന്നണികളും മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ പ്രചരണത്തിൽ മുൻപിട്ട് നിന്നത് LDF തന്നെയായിരുന്നു. ആ ഒരു പ്രചരണത്തിൽ മുൻപന്തിയിൽ അല്ലെങ്കിൽ ഓടിക്കേറിയ ആ ഒരു വേഗത, അത് എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും? ഈ ഒരു വേഗത എത്രത്തോളം ജനങ്ങളിലും അണികളിലും അവർക്ക് സ്വാധീനം ചെലുത്താൻ ആ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്? നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അത് ഇടുക്കി മണ്ഡലത്തിലും വലിയ രീതിയിൽ തന്നെ അത് സ്വാധീനമുണ്ടാക്കി. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വീണ്ടും എത്തുന്നു. നമുക്കറിയാം, ഇടുക്കിയിലെ ഒരു സിറ്റിംഗ് MP ആണ് എന്നുള്ളത് കൊണ്ട് ജോയ്സ് ജോർജിന് ആർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഓരോ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി, വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ട് നിന്ന വ്യക്തിയാണ്. ഹൈറേഞ്ചിലുള്ള മണ്ഡലങ്ങളിലാണെങ്കിലും ലോ റേഞ്ചിലാണെങ്കിലും, പ്രത്യേകിച്ചും ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് വിവിധ വിഷയങ്ങളിൽ, കാർഷിക മേഖല, അതോടൊപ്പം തന്നെ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പലപ്പോഴും ഈ പ്രളയത്തിന്റെ സമയങ്ങളിലെല്ലാം തന്നെ ഇടുക്കിക്കാർക്ക് ജോയ്സ് ജോർജ് ഒരു സാധാരണക്കാരനായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇടപെടലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മാലിന്യങ്ങൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അരിച്ചാക്കിറക്കുന്നതിന് രാത്രി സമയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം തന്നെ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാധാരണക്കാരനായി നിന്നുകൊണ്ടുള്ള ജോഷില, അവസാന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ സമീറിനോട് ചോദിച്ച പോലെ തന്നെ കോഴിക്കോടാണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രചാരണം മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷം തന്നെയായിരുന്നു. ആ ഒരു വേഗത അത് ഇന്ന് അവസാനം കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നത്? പ്രിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണികളെല്ലാം തന്നെ ആവേശത്തിലാണ്. ഒന്ന്, കോഴിക്കോട് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കോഴിക്കോട് കഴിഞ്ഞ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ മാത്രം കൈവിട്ടു പോയതാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് എ പ്രദീപ് കുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എ പ്രദീപ് കുമാർ കഴിഞ്ഞ 3 തവണ നോർത്ത് മണ്ഡലം MLA കൂടിയായിരുന്നു. നോർത്ത് മണ്ഡലം MLA എന്നുള്ള രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ, വളരെയധികം വികസന പ്രവർത്തനങ്ങൾ, ദേശീയ തലത്തിലധികം അടക്കം ശ്രദ്ധ ആകർഷിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു MLA ആയിരുന്നു എ പ്രദീപ് കുമാർ. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ, പാർലമെന്റിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കപ്പെടുന്നത്. അതിന്റെ ഒരു ആവേശം അണികളിലെല്ലാം ഉണ്ട്. ഒന്നാമത് താരപ്പറമ്പ് സ്കൂൾ അടക്കം, നടക്കാവ് സ്കൂൾ അടക്കം അന്തർദേശീയ തലത്തിലേക്ക്, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്, സർക്കാർ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു MLA എന്നുള്ള ഒരു കീർത്തി കൂടി അദ്ദേഹത്തിനുണ്ട്. എല്ലാ തരത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങളായിരുന്നു കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. വികസനത്തിന് ഒരു മാതൃകയായ MLA എന്നുള്ള ഒരു പേര് കൂടി എ പ്രദീപ് കുമാറിനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുമുന്നണി അദ്ദേഹത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികളെല്ലാം വളരെയധികം ആവേശത്തിലാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതുവരെ കാഴ്ചവെച്ചത്. എല്ലാ രീതിയിലും കുടുംബയോഗങ്ങൾ നടത്തി, അതുപോലെ തന്നെ മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങൾ, റോഡ് ഷോകൾ, ജനസമ്പർക്ക പരിപാടികൾ, എല്ലാ ഘട്ടങ്ങളിലും 3-4 ഘട്ടങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ റോഡ് ഷോകൾ, ഇന്ന് 3 മണിവരെ റോഡ് ഷോകൾ നടത്തി പരമാവധി ജനങ്ങളെ നേരിട്ട് കണ്ടു, അല്ലാത്തവരോട് സന്ദേശങ്ങൾ അയച്ചും അതുപോലെ തന്നെ മറ്റ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അദ്ദേഹം ജനങ്ങളുമായി സമ്പർക്കം പുലർത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നത്. അത് ഏറ്റവും ആവേശഭരിതമായി നീക്കാനുള്ള, ആവേശഭരിതമാക്കി മാറ്റാനുള്ള, ശക്തിപ്രകടനമായി മാറ്റാനുള്ള ഒരു കോഴിക്കോട് നഗരത്തെ തന്നെ ഒരു ചെങ്കടലാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് അണികൾ. ഏകദേശം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അണികളെല്ലാം തന്നെ പാളയത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും ഇത് ഏറ്റവും ശക്തമായ ഒരു പ്രകടനം തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതേസമയം തന്നെ ഈ മണ്ഡലം തിരിച്ചു നിലനിർത്തുക എന്നുള്ളതാണ് MK രാഘവനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം. MK രാഘവൻ നേരത്തെ ജോഷില തുടരുക. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മുന്നണികളും സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ ഈ ഒരു അവസാന നിമിഷത്തിൽ ആവേശജനമായ പ്രചാരണമാണ് നടത്തുന്നതെന്ന് സന്തോഷ് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ കലാശക്കൊട്ട് അടുക്കാൻ പോവുകയാണ്. എത്രത്തോളം ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മണ്ഡലത്തിൽ?
തീർച്ചയായും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് LDF പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ കണ്ണൂർ നഗരത്തിലാണ് LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും അല്പസമയത്തിനകം തന്നെ LDFന്റെ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ചുള്ള റാലി ആരംഭിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും ചെറിയ പ്രകടനമായിക്കൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് ശേഷം കൂടുതൽ പ്രവർത്തകർ എത്തുകയും റാലി ആരംഭിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും ഉണ്ടായിട്ടുള്ള ആ ഒരു ആവേശം, പ്രവർത്തകരുടെ ആവേശം, തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ആ ആവേശം കൊടുമുടി കയറിയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഈ പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വളരെയുമായിട്ടുള്ള മേധാവിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വ്യക്തികളെയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട പ്രചരണവും അതിനുശേഷം 3 ഘട്ടങ്ങളിലായി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പൊതുപ്രചരണവും പൂർത്തിയാക്കാൻ PK ശ്രീമതി ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ ഈ കണ്ണൂർ മണ്ഡലം പിടിച്ചെടുത്ത PK ശ്രീമതി ടീച്ചർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണയും കണ്ണൂർ മണ്ഡലം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പങ്കുവെക്കുന്ന ആവേശം. ഏതാണ്ട് 1 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഇത്തവണ കണ്ണൂർ മണ്ഡലത്തിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 99,105 വോട്ട് മണ്ഡലത്തിൽ പുതുതായി ഉണ്ട്. കൂടുതൽ ഈ യുവാക്കൾ ഈ തിരഞ്ഞെടുപ്പ് ശ്രീമതി ടീച്ചറുടെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിലയുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക്, പുതിയ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് LDF ക്യാമ്പ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചർ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, വർഗീയതയ്ക്കെതിരായി ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്, ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF ക്യാമ്പിൽ വളരെ വലിയ ഒരു ആവേശം ഇത്തവണ നമുക്ക് ദൃശ്യമാണ്. അത് തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോഴും കണ്ണൂരിൽ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളും കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. മൂന്ന് മുന്നണികൾക്കും പ്രത്യേക സ്ഥലം, പ്രകടനം നടത്താനുള്ള സ്ഥലം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്കാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നീങ്ങുന്നത്. തീർച്ചയായും സന്തോഷ് തുടരുക. ഇപ്പോൾ കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് കൂടി ചേരുകയാണ് നമുക്കൊപ്പം. പ്രശാന്ത്, കോട്ടയത്ത് എങ്ങനെയാണ് കലാശക്കൊട്ടിന്റെ ഒരുക്കങ്ങൾ, കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നത്? വളരെ ആവേശകരമായ രീതിയിലാണ് ഇവിടുത്തെ കലാശക്കൊട്ടിലേക്ക് എല്ലാ പ്രചരണങ്ങളും അടുത്തിരിക്കുന്നത്. 42 ദിവസം നീണ്ടു നിന്ന പ്രചരണങ്ങൾ അത് ജനങ്ങൾക്കിടയിലേക്ക് ഏത് തരത്തിൽ എത്തിച്ചു എന്നുള്ളതിന്റെ ഒരു ആവേശം തന്നെയാണ് ഇവിടെ മുന്നണികൾ പ്രകടമാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ ഭാഗത്ത് തിരുനക്കര മൈതാനത്ത് അവരിപ്പോൾ വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ NDAയുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു, കൊട്ടിക്കലാശവും നടക്കുന്നു. അതേസമയം തന്നെ UDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ ഈ തിരുനക്കരയിലേക്ക് എത്തിയിട്ടില്ല. അവർ കളക്ടറിൽ നിന്ന് പ്രകടനമായി എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞുവെന്നും ആ ആത്മവിശ്വാസവും തങ്ങൾക്കുണ്ട്. അത് മുന്നണിക്ക് വലിയ തരത്തിലേക്ക് വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണിയുടെ ഓരോ പ്രവർത്തകരും. അങ്ങനെ അവർ ആ ആവേശം നിറച്ചുകൊണ്ട് തന്നെ, കാരണം കഴിഞ്ഞ 1.5 മാസക്കാലം നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു, അത് വോട്ടായി മാറും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസമാണ് ഈ നഗരത്തിൽ ഇവർ ഒത്തുകൂടി പങ്കുവെക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കോട്ടയം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മാത്രം അത് നഗരം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശം നടത്തുന്നത്. മറ്റ് എല്ലാം 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതത് പ്രദേശങ്ങളിൽ നടക്കുന്നത്. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. 4 മണിയോടുകൂടി ഇടതുമുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും കോട്ടയം മണ്ഡല പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം 3 മുന്നണികളും 3 ഭാഗങ്ങളായ റോഡിന്റെ ഭാഗത്ത് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തിരിഞ്ഞു നിന്നാണ് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ആവേശത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് സംവിധാനങ്ങളെല്ലാം തികഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മികച്ച സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.
പോലീസുകാർ ചുറ്റും നിന്നുകൊണ്ട് മുന്നണിയുടെ പ്രവർത്തകരെല്ലാം തന്നെ അച്ചടക്കത്തോടു കൂടി ഒരു വരിയിലേക്ക് നിർത്തുന്ന രീതിയിലേക്ക് അച്ചടക്കത്തോടെ നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ. എന്തായാലും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊട്ടിക്കലാശത്തിന് ഇനി 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുന്നു. ആ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തങ്ങളുടെ ശക്തി അറിയിക്കുക, അതിനുശേഷം നിശബ്ദ പ്രചരണത്തിലേക്ക് പോവുക എന്നതിന്റെ ആവേശത്തിലാണ് ഓരോ പ്രവർത്തകരും. അവരെല്ലാവരും തന്നെ ആവേശം നിറച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ തരത്തിൽ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കിക്കൊണ്ടാണ് കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുന്നത്. എന്തായാലും നിശബ്ദ പ്രചരണത്തിന് മുമ്പ് തന്നെ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരവസരത്തിൽ തങ്ങളുടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം വോട്ടായി മാറ്റാൻ സാധിച്ചു എന്നുള്ളതിന്റെ ആത്മവിശ്വാസവും വിജയമാണ് സുനിശ്ചിതമെന്നുള്ള ഒരു ആത്മവിശ്വാസവും തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കൊട്ടിക്കലാശത്തിന്റെ ഈ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് വലിയ ഒരു ആവേശം തന്നെയാണ് നഗരത്തിലെങ്ങും നിറഞ്ഞു കാണുവാൻ സാധിക്കുന്നത്. ഇരുനക്കരയിൽ ഇതാ എല്ലാ പ്രവർത്തകരും ഒത്തുകൂടിയിരിക്കുന്നു. ഒപ്പം ഇത് കാണാൻ നിരവധി ആളുകൾ റോഡിന്റെ ഇരുഭാഗങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്തായാലും UDFന്റെ പ്രചരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളോ തന്നെ നഗരത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കളക്ടറേറ്റിൽ നിന്ന് പ്രകടനമായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെ പ്രകടനം ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ NDAയുടെയും അതുപോലെ LDFന്റെയും നേതൃത്വത്തിൽ ഉജ്ജ്വലമായ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത്. അല്പസമയത്തിനും തന്നെ LDF സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരും. LDF സ്ഥാനാർത്ഥി മറ്റു നേതാക്കളോടൊപ്പം തിരുനക്കര എത്തിച്ചേരും, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. അങ്ങനെ ആവേശം നിറച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇടതുമുന്നണി പ്രവർത്തകർ നീങ്ങുന്നത്. 1 മണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ 1 മണിക്കൂറിൽ ആവേശം നിറച്ച പ്രചരണങ്ങൾ കൊണ്ട്, ആവേശമുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള അവസാനവട്ട പ്രഖ്യാപനത്തിലേക്ക്, അവസാനവട്ട ആവേശത്തിലേക്ക് അവർ കടക്കുന്നു. അതിന്റെ ഒരു അലയൊലികളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആവേശം നിറഞ്ഞ് പൊന്തുകയാണ്. തീർച്ചയായും കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളാണ് TP പ്രശാന്ത് നൽകിയത്. മുന്നണികളും അണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ആവേശത്തിൽ ആണ്. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുനക്കര മൈതാനിയിൽ നിന്നാണ് TP പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്. വീണ്ടും സമീറിലേക്ക് പോവുകയാണ്. സമീർ, ഇനി ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ഉള്ളത്. മുന്നണികളും ഒപ്പം തന്നെ അണികളും സ്ഥാനാർത്ഥികളും ഒക്കെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് എത്തി തുടങ്ങിയോ? അവിടേക്ക് അവർ കൂടിച്ചേരാൻ തുടങ്ങിയോ? ഇപ്പോൾ റോഡ് ഷോയുമായാണ് 3 സ്ഥാനാർത്ഥികളും മുന്നേറുന്നത്. ഇടത് സ്ഥാനാർത്ഥി ചെറുതോണിയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കലാശക്കൊട്ട് നടക്കുന്ന കട്ടപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുകയാണ്. 50 കിലോമീറ്റർ റോഡ് ഷോയാണ് ഇന്ന് രാവിലെ മുതലായിക്കൊണ്ട് കട്ടപ്പനയിൽ സമാപിക്കുന്ന സമയം വരെയുള്ള 50 കിലോമീറ്റർ റോഡ് ഷോയാണ് ഇടതുപക്ഷം ഇന്ന് ഈ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. പ്രധാനമായും ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള ഹൈറേഞ്ച് മേഖല പൂർണ്ണമായും, മലയോര മേഖല പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു റോഡ് ഷോയാണ് നടന്നു വരുന്നത്. അത് അല്പസമയത്തിനകം തന്നെ കട്ടപ്പനയിൽ എത്തിച്ചേരും. ഇതേസമയം തന്നെ തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന്റെയും കൊട്ടിക്കലാശം നടക്കുന്നത്. അവിടെയും റോഡ് ഷോകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ തൊടുപുഴ നഗരത്തിലേക്ക് അവരെത്തിച്ചേരും. നമുക്കറിയാം 1.5 മാസത്തോളം നീണ്ടു നിന്നിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു എങ്ങും ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കൂടുതൽ സമയം ലഭിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും കൂടുതൽ സമയം 4 തവണ അദ്ദേഹം കൃത്യമായി ചാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എത്തുകയും അവിടങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷവും അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട തോട്ടം മേഖലയിലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് അഭ്യർത്ഥനയിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രമുഖർ മണ്ഡലത്തിൽ എത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള പ്രകാശ് കാരാട്ട്, MA ബേബി തുടങ്ങിയവരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്നീൻ രവീന്ദ്രൻ തുടങ്ങി പ്രമുഖരുടെ നിരയായിരുന്നു ഈ മണ്ഡലത്തിലെ എങ്ങും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ സാന്നിധ്യവും ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചാർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും അച്ചടക്കത്തോടുകൂടിയുള്ള കൃത്യമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമെല്ലാം വളരെ നല്ല രീതിയിലാണ് നടന്നു വന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, AK ആന്റണി എന്നിവരാണ് എത്തിയിരുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു കൃഷ്ണനും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ബിജു കൃഷ്ണന് കഴിഞ്ഞ തവണ BJP നേടിയിട്ടുള്ളത് 50,432 വോട്ടുകളാണ്. അത് ഇത്തവണ കൂടുതൽ നേടിയിട്ടില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്കിടയാക്കും. പ്രത്യേകിച്ചും
NDA സ്ഥാനാർത്ഥികൾ വോട്ട് മറിക്കുന്നു എന്നുള്ള വലിയൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സമീപ നാളുകളിൽ ഉണ്ടായിട്ടുള്ള വിവിധ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് BJPക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും NDAക്കും UDFനും ഒരേ നിലപാടാണുള്ളത്. ഈ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു UDFിലേക്ക് വോട്ട് മറിക്കാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് BJPയുടെയും BDJSന്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു കൃഷ്ണന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് മറിയാതെ നോക്കുക എന്നുള്ളതും അവർക്ക് ലഭിച്ചിട്ടുള്ള വോട്ടുകൾ കൃത്യമായി അവരുടെ ചിഹ്നമായിട്ടുള്ള കൂടത്തിൽ തന്നെ അത് എത്തിക്കുക എന്നുള്ളതും ആ വിധത്തിൽ ബിജു കൃഷ്ണന് നല്ലൊരു ത്രികോണ മത്സരം ഇവിടെ കാഴ്ചവെക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ വോട്ട് മറിച്ചു എന്നുള്ള ഒരു ആക്ഷേപങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥിയും നടത്തി വരുന്നുണ്ട്. എന്തായാലും 1.5 മാസത്തോളം നീണ്ടുനിന്ന വിപുലമായിട്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് കട്ടപ്പനയിലാണ് അദ്ദേഹത്തിന്റെ സമാപന കൊട്ടിക്കലാശം സമാപിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയും തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ കൊട്ടിക്കലാശം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇടത് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ 50 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് ഷോ ഞാനിപ്പോൾ നിൽക്കുന്ന കട്ടപ്പന ടൗണിലേക്ക് വന്നു ചേരും. അതിനുശേഷം ഇവിടെയായിരിക്കും ഇടത് സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം നടക്കുക. ശരി സമീർ, തുടരുക. ഇപ്പോൾ വടകരയിൽ നിന്നും PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയിലെ പ്രചാരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ മികച്ച ആവേശത്തിലായിരുന്നു അണികളും മുന്നണികളും ഒക്കെ തന്നെ. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ വടകരയിൽ നിന്ന് ഏത് രീതിയിലാണ് ജനങ്ങളുടെയും അണികളുടെയും ഒക്കെ ഒരു പ്രതികരണം? കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? വളരെ ആവേശകരമായ പ്രചാരണം നടന്ന മണ്ഡലമാണ് വടകര. നമുക്കറിയാം, രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകര മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശമായിരുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് 1.5 മാസക്കാലം വളരെ ആവേശപൂർവ്വമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥി P ജയരാജൻ, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ, NDA സ്ഥാനാർത്ഥി VK സജീവനൊക്കെ വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിരുന്നു. അതിന്റെ ഈ പ്രചാരണത്തിന്റെ എല്ലാം ആകെത്തുകയായ കൊട്ടിക്കലാശം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിയോടുകൂടി തന്നെ പ്രവർത്തകർ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത്, വടകരയിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്താണ് UDFനും LDFനുമുള്ള സ്ഥലം, കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം അനുവദിച്ചു നൽകിയത്. NDAയുടെ കൊട്ടിക്കലാശം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടക്കുന്നു. ഇപ്പോൾ 100 കണക്കിന് പ്രവർത്തകരാണ് നമ്മൾ എന്റെ പിറകിൽ 100 കണക്കിന് പ്രവർത്തകർ, LDFന്റെയും UDFന്റെയും പ്രവർത്തകർ സംഘടിച്ചെത്തി വലിയ രീതിയിലുള്ള ആവേശത്തോടുകൂടിയുള്ള മുദ്രാവാക്യം വിളികളും ബാൻഡ് മേളങ്ങളുമായി കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി P ജയരാജൻ രാവിലെ തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ആയിരക്കണക്കിന് യുവാക്കളുടെ അകമ്പടിയോടുകൂടി, ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് P ജയരാജന്റെ റോഡ് ഷോ മുന്നേറുന്നത്. ഇപ്പോഴും റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് റോഡ് ഷോ കൊയിലാണ്ടിയിലേക്ക് കടക്കും. അതിനുശേഷം 4:30 മണിയോടുകൂടി തന്നെ, ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ P ജയരാജൻ പ്രവർത്തകരെ മുഴുവൻ ആവേശത്തിലാക്കുന്നതിന് വേണ്ടി ഈ വടകര പഴയ സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ കൂടെ ആയിരക്കണക്കിന് യുവാക്കൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ മറ്റ് വാഹനങ്ങളിലുമൊക്കെയായി വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയാണ് P ജയരാജന്റെ റോഡ് ഷോ മുന്നേറുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ സജീവമായ, വളരെ ആവേശകരമായ മുഹൂർത്തങ്ങൾ ഇവിടെ സമ്മാനിച്ചേക്കും. അണികൾ ഈ വടകര പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തുന്നു. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് LDFന് വേണ്ടിയുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ട് പിറകിൽ UDFനും സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. മറ്റ് സംഘർഷങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാൻ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ പരിപാടികൾ ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത്, പോലീസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞു കവിയും. അവിടെ നിന്നും പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ, നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു മാസക്കാലം. റോഡ് ഷോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്നലെയാണെങ്കിലും റോഡ് ഷോയിൽ മികച്ച പ്രതികരണമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രോത്സാഹനം, ജനങ്ങളുടെ ഒരു പിന്തുണ റോഡ് ഷോകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു, അത് എത്രത്തോളം ഈ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് മണ്ഡലത്തിൽ നിന്നും? തന്നെ സ്ഥാനാർത്ഥിയായി P ജയരാജനെ, CPIMന്റെ കരുത്തനായ നേതാവ്
പി ജയരാജനെ പ്രഖ്യാപിച്ചുകൊണ്ട് LDF പ്രചാരണത്തിൽ വളരെ ദൂരം മുന്നേറിയിരുന്നു. UDF കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് പി ജയരാജൻ എന്ന കരുത്തനായ നേതാവിനെ തന്നെ വടകര മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി LDF ചുമതലപ്പെടുത്തിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF നഷ്ടപ്പെട്ട മണ്ഡലമാണ് വടകര. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസ്റ്റീജ് വിഷയം കൂടിയായി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമായി LDF വടകര മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 1.5 മാസക്കാലം വളരെ സജീവമായ പ്രവർത്തനം ഏറ്റവും താഴെക്കിടയിൽ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡല അടിസ്ഥാനം മുതൽ എല്ലാ സ്ഥലങ്ങളിലും വളരെ കൃത്യമായ LDFന്റെ എല്ലാ കരുത്തും എല്ലാ സംഘടനാ കരുത്തും ആൾബലവും കാട്ടിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു ഈ മണ്ഡലത്തിൽ LDF നടത്തിയത്. നിരവധിയായ കുടുംബയോഗങ്ങൾ, ആയിരക്കണക്കിന് കുടുംബയോഗങ്ങൾ, അതുപോലെ തന്നെ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ, ഗൃഹസന്ദർശനം, നിരവധി തവണ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് വളരെ സജീവമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. അത്തരത്തിൽ വളരെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ വടകര മണ്ഡലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തെരഞ്ഞെടുപ്പ് സംഘാടന പ്രവർത്തനങ്ങളായിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു ഈ മണ്ഡലത്തിൽ നടന്നിരുന്നത്. അതേസമയം UDFനകത്ത് വലിയ അന്തഛിദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്തഛിദ്രങ്ങൾ ഉടലെടുത്തു. സ്ഥാനാർത്ഥി ആരാണെന്ന് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ ഇവിടെ ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KPCC പ്രസിഡന്റും നിലവിലെ MPയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൂന്നാമത് മത്സരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മത്സരത്തിൽ നിന്നും പിന്മാറി. കാരണം വടകര മണ്ഡലത്തിൽ വലിയ വിഷയങ്ങൾ കോൺഗ്രസിനകത്തും മണ്ഡലത്തിനകത്തും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MPയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുപോലെ തന്നെ പി ജയരാജൻ സ്ഥാനാർത്ഥിയായതോടുകൂടി അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നതിന് പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഭയന്നിട്ടാണെന്ന് ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായി. അതിനുശേഷവും മറ്റു പല പേരുകളും ഈ വടകര മണ്ഡലത്തിൽ കേട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് വട്ടിയൂർക്കാവ് MLA കൂടിയായ K മുരളീധരനെ ഇവിടെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. അദ്ദേഹം വന്ന ആദ്യ ദിവസം വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. വടകര നഗരത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊക്കെ നൽകിയിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ആവേശം ക്രമേണ കെട്ടടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുടുംബയോഗങ്ങളിൽ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം, അതുപോലെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ട നേതാക്കൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം, താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ നിസ്സഹകരണം, അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആ പ്രവർത്തകർക്കാവട്ടെ എന്ത് തരത്തിലുള്ള പ്രവർത്തനം നടത്തണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശവും മുകളിൽ നിന്ന് ലഭിക്കാത്തതുൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് K മുരളീധരൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി മുല്ലപ്പള്ളി രാമചന്ദ്രനും ഹൈക്കമാൻഡിനുമൊക്കെ നൽകിയത്. അത് പരിഹരിക്കാൻ, ശശി തരൂരിന്റെ പരാതി പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഉടൻ നടപടി സ്വീകരിച്ച ഹൈക്കമാൻഡ് പക്ഷേ K മുരളീധരന്റെ പരാതിയെ അവഗണിച്ച ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതൊക്കെ പൊതുവിൽ K മുരളീധരന് വലിയ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ട രംഗത്ത് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം പിന്നീട് വളരെ തണുത്ത രീതിയിലുള്ള പ്രചാരണം പോയി. മുസ്ലിം ലീഗ് മാത്രമാണ് ഒരു വിധമെങ്കിലും ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തനം മാത്രമാണ് പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. ഇന്നത്തെ റോഡ് ഷോയും LDFന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രചാരണമായിരുന്നു ഇന്നത്തെ റോഡ് ഷോയുടെ ഭാഗമായി പി ജയരാജന് വേണ്ടി LDF പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. രാവിലെ 9 മണി മുതൽ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 10,000ങ്ങൾ ഓരോ മേഖലയിലും അണിനിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രീകരിച്ച റോഡ് ഷോയ്ക്ക് പുറമെ, അതുപോലെ കേന്ദ്രീകരിച്ച ഈ കൊട്ടിക്കലാശത്തിന് പുറമെ ഓരോ മേഖലയിലും പഞ്ചായത്ത് തലത്തിലും ലോക്കൽ തലത്തിലുമൊക്കെ വലിയ റാലികൾ, ഇരുചക്ര വാഹന റാലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.